നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. നവരാത്രി ആഘോഷ നിറവിൽ നാട്. വ്യാഴാഴ്ച വിജയദശമി ദിനത്തിൽ കുരുന്നുകൾക്ക് നാവിൽ ആദ്യാക്ഷര മധുരം പകരും. നടാംപാടം വല്ലൂരിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി റബ്ബർ കൃഷി നശിപ്പിച്ചു. ആശങ്കയിൽ നാട്ടുകാർ. ചെടിച്ചട്ടികൾക്ക് കമ്മീഷൻ വാങ്ങിയ സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ വിപണന വികസന കോർപ്പറേഷൻ ചെയർമാൻ വിജിലൻസിന്റെ പിടിയിൽ. വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള റോഡിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമായില്ല. പ്രതിഷേധവുമായി ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും രംഗത്ത്. പാചകവാതക വില വർദ്ധിപ്പിച്ചു. വാണിജ്യാവശ്യത്തിന് ഉപയോഗിക്കുന്ന LPG സിലിണ്ടറിന്റെ വിലയാണ് വർദ്ധിപ്പിച്ചത്. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില. ഒരു പവൻ സ്വർണത്തിന് 87,440 രൂപയായി. വിശദമായ വാർത്തകളിലേക്ക്. നവരാത്രി ആഘോഷ നിറവിൽ നാട്. വ്യാഴാഴ്ച വിജയദശമി ദിനത്തിൽ കുരുന്നുകൾക്ക് നാവിൽ ആദ്യാക്ഷര മധുരം പകരും. ജില്ലയിലെ ക്ഷേത്രങ്ങളും നവരാത്രി മണ്ഡപങ്ങളും എഴുത്തിനിരുത്തലിന് ഒരുങ്ങി. സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി 10 ദിവസത്തെ നവരാത്രി ഉത്സവത്തിന് സമാപനം കുറിച്ച് 11ാം ദിവസമാണ് ഇത്തവണത്തെ വിജയദശമി. വരാക്കര ഭഗവതി ക്ഷേത്രത്തിൽ രാവിലെ 7:30 മുതൽ എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് കലാപരിപാടികൾ. രാവിലെ 10 മുതൽ വിദ്യാഗോപാല മന്ത്രാർച്ചന എന്നിവ ഉണ്ടായിരിക്കും. നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വ്യാഴാഴ്ച രാവിലെ 8-ന് നന്ദിപുലം ഗ്രാമീണ വായനശാലയിലെ സിമി ടീച്ചറും സംഘവും അവതരിപ്പിക്കുന്ന സംഗീതാർച്ചനയും തുടർന്ന് പൂജയെടുപ്പ്, വിദ്യാരംഭം എന്നിവയും ഉണ്ടായിരിക്കും. തൃക്കൂർ ഭദ്രകാളി ക്ഷേത്രത്തിൽ വിവിധ പരിപാടികളോടെ നവരാത്രി മഹോത്സവം നടത്തി. ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നവരാത്രി ആഘോഷ ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ MS രഞ്ജിത്ത്, MB ചന്ദ്രൻ, OS നന്ദ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചെടിച്ചട്ടികൾക്ക് കമ്മീഷൻ വാങ്ങിയ സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ വിപണന വികസന കോർപ്പറേഷൻ ചെയർമാൻ വിജിലൻസിന്റെ പിടിയിൽ. വില്ലടം സ്വദേശി KN കുട്ടമണിയാണ് അറസ്റ്റിലായത്. വളാഞ്ചേരി കൃഷിഭവന് കീഴിൽ വിതരണം ചെയ്യാനായി ഓർഡർ ചെയ്ത 5372 ചെടിച്ചട്ടികളിൽ ഒരു ചെടിച്ചട്ടിക്ക് 3 രൂപ വീതം നിർമ്മാണ യൂണിറ്റ് ഉടമയോട് കമ്മീഷൻ ആവശ്യപ്പെടുകയായിരുന്നു. ചിറ്റിശ്ശേരിയിലെ കളിമൺ പാത്ര നിർമ്മാണ യൂണിറ്റ് ഉടമയോടാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടത്. ഉടമ ഈ വിവരം വിജിലൻസിനെ അറിയിക്കുകയായിരുന്നു. കമ്മീഷന്റെ ആദ്യ ഗഡുവായ 10,000 രൂപ തൃശൂർ വടക്കേ സ്റ്റാൻഡിലെ ഇന്ത്യൻ കോഫി ഹൌസിൽ വെച്ച് കൈപ്പറ്റുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. അറസ്റ്റ് വിജിലൻസ് രേഖപ്പെടുത്തി. 3 മാസം പ്രായമുള്ള കുഞ്ഞിന് ദാരുണാന്ത്യം. കുന്നംകുളം താഴ്വാരത്താണ് സംഭവം. വളയനാട് അഭിഷേക് അഞ്ജലി ദമ്പതികളുടെ മകൾ അനുകൃതയാണ് മരിച്ചത്. പാൽ തൊണ്ടയിൽ കുരുങ്ങി മരിച്ചതെന്നാണ് സംശയം. കഴിഞ്ഞ രാത്രി അമ്മ കുഞ്ഞിനെ അടുത്ത് കിടത്തി പാല് കൊടുത്തിരുന്നു. അതിനുശേഷം ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റപ്പോൾ കുഞ്ഞിന് അനക്കമുണ്ടായിരുന്നില്ല. തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നുവെന്നാണ് വീട്ടുകാർ പറയുന്നത്. വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള റോഡിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമായില്ല. പ്രതിഷേധവുമായി ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും രംഗത്ത്. വെള്ളിക്കുളങ്ങര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, 2 സ്കൂളുകൾ, പെട്രോൾ പമ്പ് തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്ന ഈ റോഡിൽ കാൽനട യാത്ര പോലും ഇപ്പോൾ ദുഷ്കരമാണ്. നിർദ്ദിഷ്ട മലയോര ഹൈവേ കടന്നുപോകുന്ന പ്രദേശമാണിത്. മലയോര ഹൈവേ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ മാത്രമേ റോഡിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരൂ എന്നാണ് അധികൃതരുടെ നിലപാട്. വെള്ളിക്കുളങ്ങര കോർമല 2 കൈ ഭാഗത്തേക്ക് ഒട്ടേറെ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങളാണ് അനുദിനം ഇതുവഴി സഞ്ചരിക്കുന്നത്. വെള്ളിക്കുളങ്ങര സെന്റർ മുതൽ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള 600 മീറ്ററോളം ഭാഗത്താണ് റോഡ് കൂടുതൽ തകർന്ന് തരിപ്പണമായത്. ഇതുവഴി സർവീസ് നടത്തുന്ന ഓട്ടോ തൊഴിലാളികളാണ് കൂടുതൽ ദുരിതമനുഭവിക്കുന്നത്. കിട്ടുന്ന വരുമാനം മുഴുവൻ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണിക്കായി മാറ്റിവെക്കേണ്ട ഗതികേടാണെന്ന് ഇവർ പറയുന്നു. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും വാഹനങ്ങൾ വരാൻ മടിക്കുന്ന അവസ്ഥയാണെന്ന് നാട്ടുകാരും പരാതിപ്പെടുന്നു. മഴ പെയ്ത് കുഴികളിൽ വെള്ളം നിറഞ്ഞ് അപകടങ്ങളും പതിവാണ്. വാഹനങ്ങൾ പോകുമ്പോൾ റോഡിന്റെ വശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനങ്ങളിലേക്ക് ചെളിവെള്ളം തെറിക്കുന്നതും വലിയ കല്ലുകൾ തെന്നിത്തെറിക്കുന്നതും പതിവായിരിക്കുകയാണ്. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന് കാത്തുനിൽക്കാതെ താൽക്കാലിക അറ്റകുറ്റപ്പണികളെങ്കിലും നടത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ഇവർ നിരന്തരം ആവശ്യപ്പെടുന്നത്.
പാചകവാതക വില വർദ്ധിപ്പിച്ചു. എണ്ണക്കമ്പനികളുടെ പതിവ് വില പരിഷ്കരണത്തിന്റെ ഭാഗമായാണ് നടപടി. വാണിജ്യാവശ്യത്തിന് ഉപയോഗിക്കുന്ന 19 കിലോഗ്രാം LPG സിലിണ്ടറിന്റെ വിലയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സിലിണ്ടർ ഒന്നിന് 15 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. രാജ്യം നവരാത്രി, ദസറ ആഘോഷങ്ങളിൽ മുഴുകിയിരിക്കുമ്പോഴുള്ള വില വർധനവ് ഹോട്ടൽ, റെസ്റ്റോറന്റ് വിപണികൾക്ക് തിരിച്ചടിയായി. അതേസമയം 14 കിലോഗ്രാം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. കൊച്ചിയിൽ LPG സിലിണ്ടറിന് വില 1602 രൂപ 50 പൈസയായി. കുറുക്കഞ്ചേരി സ്വദേശിനിയുടെ വീട്ടിൽ നിന്ന് 30,000 രൂപ വിലമതിക്കുന്ന വീട്ടുസാധനങ്ങൾ മോഷ്ടിച്ച കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് ചെമ്മണംതോട് നഗറിലുള്ള 38 വയസ്സുള്ള ദേവി, 28 വയസ്സുള്ള തങ്ക എന്നിവരാണ് ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. കോപ്പർ വയർ, സ്റ്റീൽ വിജാഗിരി, സ്റ്റീലിന്റെ ഗ്ലാസ് ഫിറ്റിംഗ് സാധനങ്ങൾ, വാഹനങ്ങളുടെ ബാറ്ററി, വയർ എന്നിവ ഇവരിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. നേരത്തെ മോഷണശ്രമവുമായി ബന്ധപ്പെട്ട് ഈസ്റ്റ് പോലീസ് 2 തമിഴ് സ്ത്രീകളെ പിടികൂടിയിരുന്നു. വിശദമായ അന്വേഷണത്തിൽ കുറുക്കഞ്ചേരി ഭാഗത്തു നിന്നും വയറും മറ്റ് ഇരുമ്പ് സാധനങ്ങളും മോഷ്ടിക്കുന്നതും ഇവരാണെന്ന് വ്യക്തമായിരുന്നു. തുടർന്ന് ഈ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ട വിവരത്തെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചപ്പോഴാണ് റോഡിലെ ഒരു വീട്ടിൽ നിന്നും സാധനങ്ങൾ മോഷണം പോയ കാര്യം വീട്ടുകാർ പോലീസിനെ അറിയിച്ചത്. പ്രതികളെ റിമാൻഡ് ചെയ്തു. ശിശുദിന പ്രസംഗ മത്സരത്തിൽ ചേർപ്പ് സബ് ജില്ലയിൽ 1ാം സ്ഥാനവും ജില്ലാതലത്തിൽ 2ാം സ്ഥാനവും നേടി അതിഥി അരുൺ. ആലങ്ങാട് ശങ്കര UP സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് അതിഥി. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച് കുതിപ്പ് തുടർന്ന് സ്വർണ്ണവില. ബുധനാഴ്ച രാവിലെ പവന് 850 രൂപ വർദ്ധിച്ച് 87,000 രൂപയിൽ എത്തിയ സ്വർണ്ണവില ഉച്ചയോടെ വീണ്ടും കൂടി പവന് 440 രൂപയാണ് ഉച്ചയ്ക്ക് ശേഷം വർദ്ധിച്ചത്. ഒരു പവൻ സ്വർണത്തിന് 87,440 രൂപയാണ് നിലവിലെ വില. ഗ്രാമിന് 55 രൂപ കൂടി വർദ്ധിച്ചു 10,930 രൂപയായി. ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് മാത്രം 2 തവണകളിലായി 1,320 രൂപയാണ് സ്വർണത്തിന്റെ വില കൂടിയത്. അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ, ഇറക്കുമതി തീരുവകൾ, നികുതികൾ, വിനിമയ നിരക്കുകൾ എന്നിവ സ്വർണ്ണവില ഉയരാൻ കാരണമായിട്ടുണ്ട്. സെപ്റ്റംബർ ആദ്യം 77,000-ൽ നിന്ന പവൻ വിലയാണ് പിന്നീട് 87,000-ലേക്ക് കുതിച്ചത്. ഒറ്റ മാസം കൊണ്ട് മാത്രമുണ്ടായത് 10,000 രൂപയുടെ വർധനയാണ്. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വെള്ളിയാഴ്ചയോടെ തീവ്ര ന്യൂനമർദ്ദമായി ആന്ധ്ര, ഒഡീഷ തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. നിലവിൽ കേരളത്തിന് ഭീഷണിയില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എങ്കിലും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നതായും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പിൻവാങ്ങുന്നത് വൈകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ചൊവ്വാഴ്ച ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട പുതിയ ന്യൂനമർദ്ദം ഒക്ടോബർ ആദ്യ ആഴ്ച വരെ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ സജീവമായി നിലനിർത്തുമെന്നും IMDയുടെ മുന്നറിയിപ്പിൽ പറയുന്നു. ആതുര സേവനം ഏറ്റവും മികച്ചതാക്കാൻ ഗ്രേസ് ഹോസ്പിറ്റൽ വെണ്ടൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരി ഉദ്ഘാടനം നിർവഹിക്കും. വെണ്ടൂർ പൂക്കോടൻ ഫ്രാൻസിസ് തറവാട് വീട് കെട്ടിടത്തിലാണ് ആശുപത്രി ആരംഭിച്ചിരിക്കുന്നത്. കുട്ടികളിലും മുതിർന്നവരിലും മറ്റ് ജനറൽ വിഭാഗത്തിലും പ്രമേഹം, ബ്ലഡ് പ്രഷർ, ഹൃദയ സംബന്ധമായ രോഗങ്ങളിലും പരിചയ സമ്പന്നരായ ഡോക്ടർ ജിക്സൺ ജോസിന്റെ സേവനം ഞായർ ഉൾപ്പെടെ എല്ലാ ദിവസവും രാവിലെ 7 മുതൽ രാത്രി 10 വരെ ലഭ്യമായിരിക്കും. ജനറൽ വിഭാഗം, ലാബ്, ECG, ഫാർമസി വിഭാഗങ്ങൾ ഉണ്ടായിരിക്കും. മിതമായ നിരക്കിൽ ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കി ആരോഗ്യരംഗത്തെ കൃത്യമായ പരിചരണത്തിലൂടെ സുഗമമാക്കുക എന്നതാണ് ഗ്രേസ് ഗ്രൂപ്പിന്റെ ലക്ഷ്യം. നടാംപാടം വല്ലൂരിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി റബ്ബർ കൃഷി നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. കുളക്കാടൻ സിദ്ദിഖ്, മൂച്ചിക്കൽ ഷാജഹാൻ, പാലപ്പറമ്പിൽ ഹംസ, വേണാട്ട് ഫിലിപ്പ് എന്നിവരുടെ റബ്ബർ കൃഷിയാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. ജനവാസ മേഖലകളിൽ കാട്ടാന ഇറങ്ങുന്നത് പ്രദേശവാസികളിൽ ഭീതി സൃഷ്ടിച്ചിട്ടുണ്ട്. വനപാലകർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വനാതിർത്തിയിൽ സൗരോർജ്ജ വേലികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് മറികടന്നാണ് കാട്ടാനകൾ നേരിട്ട് കൃഷിയിടത്തിലേക്ക് പ്രവേശിക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു. ഇനി കാണാം ഇൻഫോ ടോക്ക്. ആന്റി ഓക്സിഡന്റും ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും അടങ്ങിയ പഴമാണ് മാതള നാരങ്ങ. ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനടക്കം നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് മാതള നാരങ്ങയ്ക്ക്. റിപ്പോർട്ടിലേക്ക്. മാതള നാരങ്ങയിലെ ആന്റി ഓക്സിഡന്റ് സംയുക്തങ്ങളിൽ പ്യൂണിക്കലാജിനുകൾ, ടാനിനുകൾ,
ആന്തോസയാനിനുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ധമനിയുടെ ഭിത്തിയിലെ കോശങ്ങൾക്കും ടിഷ്യൂകൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നതിലൂടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് പ്രക്രിയ വികസിക്കുന്നു. ഇത് വീക്കമുണ്ടാക്കുകയും പ്ലാക്ക് രൂപപ്പെടുകയും ചെയ്യുന്നു. മാതളനാരങ്ങയിലെ ആന്റി ഓക്സിഡന്റുകൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനുള്ള കഴിവ് വഴി രക്തക്കുഴലുകളെ വഴക്കമുള്ളതും ആരോഗ്യകരവുമാക്കുന്നതിലൂടെ അവയെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. മറ്റു പഴങ്ങളെയും ജ്യൂസുകളെയും അപേക്ഷിച്ച് മാതളനാരങ്ങ ജ്യൂസിൽ കൂടുതൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നു. ഇത് രക്തക്കുഴലുകളെ സംരക്ഷിക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു. മാതളനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ LDL കൊളസ്ട്രോൾ ഓക്സിഡേഷന് വിധേയമാകുന്നത് തടയുന്നു. ഇത് പ്ലാക്ക് രൂപപ്പെടുന്നത് തടയുന്നു. ദിവസേനയുള്ള മാതളനാരങ്ങ ജ്യൂസ് കഴിക്കുന്നത് ധമനികളുടെ ഭിത്തിയുടെ കനം 30% കുറയ്ക്കാൻ സഹായിച്ചതായി ഗവേഷണങ്ങൾ പറയുന്നു. മാതളനാരങ്ങ പതിവായി കഴിക്കുന്നത് ഹൃദയാഘാതത്തിനും പക്ഷാഘാതത്തിനും സാധ്യത കുറയ്ക്കുന്നു. ഇതിലെ സജീവ ഘടകങ്ങൾ രക്തക്കൊഴലുകളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും അതേസമയം അവയുടെ പ്രവർത്തന ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ മെച്ചപ്പെട്ട രക്തചംക്രമണം ടിഷ്യൂകൾക്കും അവയവങ്ങൾക്കും ആവശ്യമായ ഓക്സിജനും പോഷകങ്ങളും ലഭിക്കാൻ സഹായിക്കും. ധമനികളുടെ ഭിത്തികളിൽ തുടർച്ചയായ വീക്കമുണ്ടാകുന്നതും കേടുപാടുകൾ കൂടുന്ന പ്രക്രിയയെ വേഗത്തിലാക്കുന്നു. ഇത് പ്ലാക്ക് വികസനത്തിന് കാരണമാകുന്നു. മാതളനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ഹൃദ്രോഗ സാധ്യത ഘടകങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം പരിധിയിൽ വരുന്ന ഇരിങ്ങാലക്കുട, പൊറത്തിശ്ശേരി, മുരിയാട്, കാട്ടൂർ, കാറളം, വെളൂക്കര, പൂമംഗലം, പടിയൂർ, ആളൂർ കൃഷിഭവനുകളിൽ കൂൺ ഗ്രാമം പദ്ധതി പ്രകാരം കൂൺ കൃഷി അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്താൻ താൽപര്യമുള്ള കർഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഒക്ടോബർ 4 വരെ അപേക്ഷ സമർപ്പിക്കാം. വിശദ വിവരങ്ങൾക്ക് കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 10,875 രൂപ, പവന് 87,000 രൂപ. അമ്പല്ലൂർ കളരിക്കൽ ഗോവിന്ദൻകുട്ടി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലളിതയാണ് ഭാര്യ. ലജീഷ്, രജിത, അനീഷ് എന്നിവർ മക്കളും. ശ്രീജ, രമേഷ്, ഭവിത എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നവരാത്രി ആഘോഷ നിറവിൽ നാട്. വ്യാഴാഴ്ച വിജയദശമി ദിനത്തിൽ കുരുന്നുകൾക്ക് നാവിൽ ആദ്യാക്ഷര മധുരം പകരും. നടാംപാടം വല്ലൂരിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി റബ്ബർ കൃഷി നശിപ്പിച്ചു. ആശങ്കയിൽ നാട്ടുകാർ. ചെടിച്ചട്ടികൾക്ക് കമ്മീഷൻ വാങ്ങിയ സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ വിപണന വികസന കോർപ്പറേഷൻ ചെയർമാൻ വിജിലൻസിന്റെ പിടിയിൽ. വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള റോഡിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമായില്ല. പ്രതിഷേധവുമായി ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും രംഗത്ത്. പാചകവാതക വില വർദ്ധിപ്പിച്ചു. വാണിജ്യാവശ്യത്തിന് ഉപയോഗിക്കുന്ന LPG സിലിണ്ടറിന്റെ വിലയാണ് വർദ്ധിപ്പിച്ചത്. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില. ഒരു പവൻ സ്വർണത്തിന് 87,440 രൂപയായി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.